മോദി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മോദിക്കും അറിയത്തില്ല, മന്ദഭക്തർക്കും അറിയില്ല, ഇന്ത്യയിലെ ജനങ്ങൾക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ഗുജറാത്തിലെങ്ങും റോഡ് ഷോയും റാലിയുമായി മോദി എത്തിയിരിക്കുകയാണ്. എന്തിന്റെ ആഘോഷമായിട്ടാണ് ഈ റോഡ് ഷോകൾ നടത്തുന്നത്? എന്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയാണ് ഗുജറാത്തിലെങ്ങും കോടിക്കണക്കിന് രൂപ മുടക്കി ഓടി നടക്കുന്നത്? ഈ റോഡ് ഷോയിൽ കേണൽ സോഫിയ ഖുറേഷിയുടെ ഫാമിലി മുഴുവനായി വന്ന് മോദിക്ക് മേൽ പുഷ്പവൃഷ്ടി നടത്തി. എന്നാൽ അതിന്റെ പിന്നിൽ വലിയ ഒരു നാണംകെട്ട രഹസ്യം ഒളിച്ചിരിപ്പുണ്ട്. അത് എന്താണെന്ന് അറിയണ്ടേ? അതുപോലെ ഇത് സമ്പൂർണ്ണ നാർസിസം ആണ് എന്നുള്ളതും തെളിവുകൾ സഹിതം ഞാൻ വ്യക്തമാക്കി തരാം. അതുപോലെ മോദിയുടെ ഈ കളികൾ ലോകത്തിന്റെ മുൻപിൽ ഇന്ത്യയുടെ വില നഷ്ടപ്പെടുത്തി കളഞ്ഞതിന്റെ തെളിവുകളും കാണിച്ചു തരാം. അതിനാൽ കഴിയുന്നതും പേർ ഇത് മുഴുവനായി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ബിക്കാനീറിൽ ഒരു സർക്കാർ പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിയ മോദി അവിടെ വെച്ച് പറഞ്ഞത് ഇപ്പോൾ തന്റെ സിരകളിലൂടെ ഒഴുകുന്നത് രക്തമല്ല, മറിച്ച് ചുടു സിന്ദൂരമാണ് എന്നായിരുന്നു. പഹൽഗാം തീവ്രവാദ ആക്രമണത്തിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടതുവഴി നെറ്റിയിലെ സിന്ദൂരം മാഞ്ഞ ഇന്ത്യൻ യുവതികളുടെ സിന്ദൂരത്തെ പോലും തന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഒരു മാർഗമാക്കി മാറ്റാൻ എങ്ങനെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് കഴിയുന്നത് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവരുടെ ഭർത്താക്കന്മാരെ ഇല്ലാതാക്കിയ തീവ്രവാദികളെ കൊന്നൊടുക്കുകയോ ജീവനോടെ പിടിച്ച് നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരികയോ ചെയ്തിട്ടാണെങ്കിൽ അതിന് അല്പമെങ്കിലും ഒരു ന്യായീകരണം ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ആക്രമണം നടത്തിയ തീവ്രവാദികളെല്ലാം എവിടെയോ സ്വൈര്യമായി വിലസുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഗുജറാത്തിൽ പല സ്ഥലങ്ങളിലുമായി റോഡ് ഷോകളും റാലികളുമായി മോദി എത്തിയിരിക്കുന്നത്. ഈ റോഡ് ഷോ നടത്തുന്ന റോഡിന്റെ ഇരുവശവും സ്ഥാപിച്ചിരിക്കുന്ന കട്ടൗട്ടുകൾ കാണുമ്പോൾ വിവേകമുള്ള ഇന്ത്യക്കാർക്ക് അസ്വസ്ഥത തോന്നണം, വലിയ അസ്വസ്ഥത. ഇവിടെ മോദിയുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഗുജറാത്തിലെ വഡോദരയിൽ നടത്തിയ റോഡ് ഷോയുടെ ദൃശ്യങ്ങൾ ശ്രദ്ധയോടെ കണ്ടുകൊള്ളൂ. ആളുകൾ മോദിക്ക് മേൽ ചിരിച്ച് ആഹ്ലാദിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്തുകയാണ്. എന്തിലാണ് മോദിക്ക് മേൽ പുഷ്പവൃഷ്ടി നടത്തുന്ന ഈ മന്ദഭക്തർക്കും ഇത്ര വലിയ ആഹ്ലാദം? ഇവിടെ പുഷ്പവൃഷ്ടി നടത്തുന്ന ഒരു കുടുംബത്തെ കണ്ടോ? ഇവർ ആരാണെന്ന് മനസ്സിലായി കഴിയുമ്പോഴാണ് ഇതിലെ വലിയ വൃത്തികേട് വെളിവാകുന്നത്. ഇവിടെ ആ സ്യൂട്ട് ഇട്ട് നിൽക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂരിന്റെ കാര്യങ്ങൾ ജനങ്ങളോട് വിവരിച്ച കേണൽ സോഫിയ ഖുറേഷിയുടെ ഇരട്ട സഹോദരിയാണ്. ആ നിൽക്കുന്ന ഫാമിലി സോഫിയ ഖുറേഷിയുടെ അച്ഛനും അമ്മയും സഹോദരിയും സഹോദരനും മറ്റു ബന്ധുക്കളും ആണ്. അതായത് മന്ദഭക്തരെ ഇത് കാണിച്ച് അതിൽ നിന്ന് മോദിക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കണം. വെറും ഒരു ചോട്ടാ നേതാവല്ല ഇത്. ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഇതുപോലെ തരംതാണ പ്രവൃത്തി ചെയ്യുന്നത്. അത് പതിക്കുന്നതിന് ഒരു പരിധിയുമില്ല എന്ന് മോദി ദിനം പ്രതിയാണ് തെളിയിക്കുന്നത്. ഇത് കാണുമ്പോൾ തലയിൽ അല്പമെങ്കിലും തലച്ചോറുള്ള മന്ദഭക്തർക്ക് പോലും അസ്വസ്ഥത തോന്നിയില്ലെങ്കിൽ അത്ഭുതപ്പെടണം. എന്നാൽ മന്ദഭക്തരിൽ ഒരാൾക്ക് പോലും ഇതിൽ യാതൊരു അപാകതയും തോന്നുകയില്ല എന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തലയിൽ അല്പമെങ്കിലും തലച്ചോറുള്ള മന്ദഭക്തർക്ക് അസ്വസ്ഥത തോന്നണമെന്ന്. അതായത് അവർക്കൊന്നും തലയിൽ അല്പം പോലും തലച്ചോറില്ല, ചിന്താശേഷിയില്ല, ശരിയും തെറ്റും വിവേചിച്ചറിയാനുള്ള കഴിവില്ല. ഇവിടെ സോഫിയ ഖുറേഷിയുടെ ഫാമിലിയെ നിർത്തിയിരിക്കുന്നതിന് പിന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ ഗുജറാത്തിയിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നോ? സൈന്യത്തിന് ആഴമായ ബഹുമാനവും മോദിക്ക് പരിപൂർണ പിന്തുണയും. എങ്ങനെയുണ്ട്? സോഫിയ ഖുറേഷിയുടെ മിലിറ്ററി ഫാമിലിയെ ഇങ്ങനെയൊരു ബോർഡ് സ്ഥാപിച്ച് അതിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി മോദിക്ക് മേൽ പുഷ്പവൃഷ്ടി നടത്തുകയാണ്. മോദി ഈ പങ്കുവച്ചിരിക്കുന്ന ഫോട്ടോകളും വീഡിയോകളും അടുത്തു വരുന്ന പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, കേരള എന്നിവിടങ്ങളിലെ അസംബ്ലി ഇലക്ഷൻ പ്രചാരണങ്ങൾക്ക് ഉപയോഗിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ ഈ വീഡിയോയിൽ RSSന്റെ 2 കറുത്ത തൊപ്പികൾ നിങ്ങൾക്ക് കാണാം. അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഈ PR നാടകം ഓർഗനൈസ് ചെയ്തത് ആരാണെന്ന്. കേണൽ സോഫിയ ഖുറേഷിയെ ഭീകരന്മാരുടെ സഹോദരി എന്ന് വിളിച്ച BJP MLA വിജയ് ഷായെ ഇവർ പുറത്താക്കിയില്ല എന്ന് മാത്രമല്ല, അയാൾക്കെതിരെ ഈ നിന്ദ്യമായ വാക്കുകൾക്ക് യാതൊരു നടപടിയും എടുത്തില്ല. അതുപോലെ മധ്യപ്രദേശിലെ ഉപമുഖ്യമന്ത്രി ഇന്ത്യൻ സേനയെ പരിപൂർണമായി അപമാനിച്ചുകൊണ്ട് പറഞ്ഞത് മോദിയുടെ കാൽക്കൽ ഇന്ത്യൻ സൈന്യം നമസ്കരിക്കുകയാണ് എന്നാണ്. അയാൾക്കെതിരെയും യാതൊരു നടപടികളും എടുത്തിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, സോഫിയ ഖുറേഷിയുടെ ഫാമിലി പുഷ്പവൃഷ്ടി നടത്തുന്ന ഭാഗമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നേരം കാണിക്കുന്നത്. 2 മിനിറ്റ് 11 സെക്കൻഡുള്ള ഈ വീഡിയോയിൽ 25 സെക്കൻഡ് നേരമാണ് സോഫിയ ഖുറേഷിയുടെ കുടുംബം
മോദിക്ക് മേൽ പുഷ്പവൃഷ്ടി നടത്തുന്നത് കാണിച്ചിരിക്കുന്നത്. അതായത് ഈ വീഡിയോയുടെ 20% ദൈർഘ്യവും കാണിച്ചിരിക്കുന്നത് അവരുടെ കുടുംബത്തെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്? മറ്റൊന്നും കൊണ്ടല്ല, മോദിയുടെ മന്ദഭക്തരെ വീണ്ടും കബളിപ്പിക്കാനാണ്. അവിടെ സൈഡിൽ വെച്ചിരിക്കുന്ന കട്ടൗട്ടുകളിൽ നമ്മുടെ സൈന്യത്തെ പരസ്യമായി അപമാനിച്ചുകൊണ്ട് മോദിയെ ഒരു പട്ടാളക്കാരനായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ നയിച്ച പടനായകനായിട്ടും എല്ലാം ചിത്രീകരിച്ചിരിക്കുകയാണ്. ചില കട്ടൗട്ടുകളിൽ ഇത് മോദിയുടെ പുതിയ ഇന്ത്യയാണ് എന്നും കാണിച്ചിരിക്കുന്നു. എന്താണ് മോദി ഇവിടെ ആഘോഷിക്കുന്നത്? ഇത് സമ്പൂർണ്ണ നാർസിസം ആണെന്ന് പറഞ്ഞല്ലോ. നാർസിസം എന്നാൽ ആളുകളുടെ കാര്യത്തിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാതെ പൊള്ളയായ ആത്മപ്രശംസയിൽ മാത്രം മുഴുകുന്നത് ആണ്. അതായത് മോദിക്ക് താൻ വലിയ ആളാണ് എന്ന് സ്ഥാപിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഇഗ്നോർ ചെയ്യുകയും ചെയ്യുക എന്നത് മാത്രമാണ് ജീവിത ലക്ഷ്യം. ഇത് കൊച്ചുകുട്ടികളിൽ സ്വതവേ കാണുന്നതാണ്. കാരണം അവർ എപ്പോഴും അറ്റൻഷൻ ആഗ്രഹിക്കുന്നു. എന്നാൽ മുതിർന്നവരിൽ നാർസിസം എന്ന് പറയുന്നത് ഒരു രോഗമാണ്. അതിന്റെ യഥാർത്ഥ ഡിസ്പ്ലേ ആണ് നിങ്ങൾ ഈ കാണുന്നത്. വളരെ ശ്രദ്ധാപൂർവമാണ് ഇതിൽ പങ്കെടുക്കേണ്ട ആളുകളെ തെരഞ്ഞെടുത്തത്. കൂടുതലായി സ്ത്രീകളെ മുൻപിൽ നിർത്താൻ പരമാവധി ശ്രമിച്ചിരിക്കുന്നു. അതായത് അത്യധികം ശ്രദ്ധയോടെ സംവിധാനം ചെയ്ത് ഒരുക്കിയ ഒരു നാണംകെട്ട PR നാടകം മാത്രമാണ് ഇത്. ഇതുവഴി മോദി മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് തന്റെ പരാജയമാണ്, തന്റെ സർക്കാരിന്റെ പരാജയമാണ്. മോദി സർക്കാരാണ് സൈന്യത്തിന്റെ ആത്മബലം കെടുത്തി പൊടുന്നനെ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തലാക്കിയത്. ഇപ്പോഴും അതിർത്തിയിൽ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ദിനം പ്രതി എന്നോണം നമ്മുടെ സൈനികർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതൊന്നും ജനങ്ങളുടെ മുന്നിൽ എത്തരുത് എന്ന് മോദിക്കും കൂട്ടർക്കും നിർബന്ധമുണ്ട്. ഇത്തരം പ്രവൃത്തികൾ കാണിക്കുന്നവർ അതീവ ഭീരുക്കളും ഇൻസെക്യൂരിറ്റി ഉള്ളവരും ആണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് തന്നെ വലിയ മാനക്കേടാണ് ഇത്തരം വൾഗറായ ഇൻസെൻസിറ്റീവായ PR നാടകങ്ങൾ. ആധുനിക സമൂഹത്തിലൊന്നും ഇത്തരം വൃത്തികെട്ട നാടകങ്ങൾ വിലപ്പോവുകയില്ല. എന്നാൽ മോദിക്കറിയാം, മോദിയുടെ പിന്തുണക്കാർ ഉന്നതമായ ചിന്താശേഷിയുള്ള ആധുനിക സമൂഹത്തിൽപ്പെടുന്ന ആളുകൾ അല്ല എന്ന്. അതിനാലാണ് യാതൊരു കൂസലുമില്ലാതെ വരും വരായികകൾ ഒന്നും നോക്കാതെ വീണ്ടും വീണ്ടും ഇത്തരം വൃത്തികെട്ട നാടകങ്ങൾ കളിക്കുന്നത്. പിന്നെ തുടക്കത്തിലെ ഞാൻ പറഞ്ഞില്ലേ, സോഫിയ ഖുറേഷിയുടെ ഫാമിലി ഈ പരിപാടിക്ക് എത്തുന്നതിന്റെ പിന്നിൽ വലിയ ഒരു നാടകം ഉണ്ട് എന്ന്. അത് എന്താണ് എന്നല്ലേ? അവരെ കളക്ടറെ കൊണ്ട് വിളിപ്പിച്ച് നിർബന്ധിച്ച് കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ പൂക്കൾ കൊടുത്ത് പുഷ്പവൃഷ്ടി നടത്താൻ ആവശ്യപ്പെട്ടതാണ്. അല്ലാതെ അവർ സ്വമനസാലെ വന്നതല്ല. എത്ര വൃത്തികെട്ട നാണംകെട്ട കാര്യമാണ് എന്ന് ഓർക്കണം. രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി കേണൽ സോഫിയ ഖുറേഷിയുടെ ഫാമിലിയോട് അവിടെ വന്ന് മോദിക്ക് മേൽ പുഷ്പവൃഷ്ടി നടത്തണമെന്ന് ഗുജറാത്ത് സർക്കാരിന്റെ കളക്ടർ അവരോട് ആവശ്യപ്പെടുക. ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, വ്യക്തമായ തെളിവ് കണ്ടുകൊള്ളൂ. आपको स्पेशली इनवाइट किया गया था आज? हाँ, लोकल कलेक्टर ऑफिस से कॉल था। अच्छा, ये आपको लोकल कलेक्टर ऑफिस से कॉल आया था कि आप जाइए रोड शो के लिए आज? हाँ, बुलाया गया था। ഇന്ത്യ ടുഡേയിൽ സത്യസന്ധമായി പത്രപ്രവർത്തനം നടത്തുന്ന പ്രീതി ചൗധരി സോഫിയ ഖുറേഷിയുടെ ഫാമിലിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് അവിടെ വന്നത് എന്ന്. അതിന് അവർ പറയുന്ന മറുപടി, ലോക്കൽ കളക്ടർ ഓഫീസിൽ നിന്നും ഞങ്ങളെ വിളിപ്പിച്ചതാണ്. അപ്പോൾ ആങ്കർ എടുത്തു ചോദിക്കുകയാണ്, നിങ്ങളെ വിളിച്ചുകൊണ്ടുവന്നതാണ് അല്ലേ എന്ന്. അതെ, വിളിച്ചുകൊണ്ടുവന്നതാണ് എന്ന് സോഫിയ ഖുറേഷിയുടെ ഇരട്ട സഹോദരി വ്യക്തമായി ഇന്ത്യ ടുഡേയോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനു പിന്നിലെ നാണംകെട്ട വൃത്തികെട്ട നെറുകെട്ട കളി എന്താണ് എന്ന് നിങ്ങൾ കണ്ടല്ലോ. ആധുനിക സമൂഹത്തിലെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഇത്ര തരംതാണ കളികൾ കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കൂടി കഴിയുമോ? എവിടെയാണ് പഹൽഗാമിൽ യുവതികളുടെ സിന്ദൂരം മായ്ച്ച തീവ്രവാദികൾ? എവിടെയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണം അവസാനിച്ചത്? ദിനം പ്രതിയാണ് വീണ്ടും വീണ്ടും നമ്മുടെ സൈന്യം അതിർത്തിയിൽ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഇപ്പോഴും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചൂടാറുന്നതിന് മുൻപ് മോദിക്ക് സൈന്യം നടത്തിയ തിരിച്ചടിയുടെ ക്രെഡിറ്റ് എടുക്കണം. ഇത്ര വിലയില്ലാതെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയും തരം താണിട്ടില്ല എന്ന് ഓർക്കണം. ഇന്ത്യയുടെ എന്നല്ല, ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരോ ഇത്തരം വില കുറഞ്ഞ കളി കളിക്കുമോ? പക്ഷേ ഇന്ത്യയിലെ വലിയൊരു ഭൂരിപക്ഷം ആളുകൾ വെറും മന്ദന്മാർ ആണെന്ന് മോദിക്കും BJPക്കും അറിയാം എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഈ കളികൾ തുടർന്നുകൊണ്ട് പോകുന്നത്. ലോകപ്രശസ്ത പൊളിറ്റിക്കൽ സയന്റിസ്റ്റും ലോകത്തിലെ ഏറ്റവും ഉന്നതമായ യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ അമേരിക്കയിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും കൗണ്ടർ ടെററിസത്തിലും സൗത്ത് ഏഷ്യൻ വിഷയങ്ങളിലും റിസർച്ച് നടത്തുന്ന ആളുമായ ക്രിസ്റ്റീൻ ഫെയർ ഇതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഇന്ത്യക്കാർ
ഇല്ലാത്ത കെട്ടിപ്പടച്ചുണ്ടാക്കിയ യുദ്ധനേട്ടങ്ങളെ ഫേക്ക് ന്യൂസുകളിലൂടെ കാണിച്ച് അവരുടെ വിശ്വാസ്യത ഇല്ലാതാക്കിയിരിക്കുകയാണ് എന്ന്. അതായത് ലോകം മൊത്തം മനസ്സിലാക്കി കഴിഞ്ഞു, ഇന്ത്യയിൽ മോദിയും കൂട്ടരും നടത്തുന്നത് വെറും വൃത്തികെട്ട ഫേക്ക് പ്രൊപ്പഗാൻഡകൾ മാത്രമാണ് എന്ന്. കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ച ഇതൊന്നും അറിയുന്നില്ലെങ്കിലും ചുറ്റുമുള്ള എല്ലാവരും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് മോദിക്കും കൂട്ടർക്കും യാതൊരു പ്രശ്നവുമല്ല. ലോകത്തിലെ ഒന്നാംകിട യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിൽ നിന്നുമാണ് ഇവർ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും എടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇവർ എത്ര പ്രോമിനന്റ് ആയ വ്യക്തിയാണ് എന്ന് വ്യക്തമാണല്ലോ. ലോകത്തിന്റെ മൊത്തം മുൻപിൽ ഈ നാണംകെട്ട കളികളിലൂടെ ഇന്ത്യ എന്ന രാജ്യത്തെയാണ് മോദിയുടെ കാരണത്താൽ വീണ്ടും വീണ്ടും മാനം കെടുത്തുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ സഭ്യമായ ഭാഷയിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ.